ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേയ്സ് 111ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഞാൻ ഏറ്റവും അധികം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയി മാറിയ ഒരു മെത്തേഡിനെ കുറിച്ചും അതിൽ തന്നെ യൂസ് ചെയ്ത് വർക്കായ ഒരു മിറാക്കിൾ ടെക്നിക്കുമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത് അല്ലേ. അഫർമേഷൻസ് പറയാറുണ്ട്, ചിലർ സ്ക്രിപ്റ്റിംഗ് ചെയ്ത് നോക്കാറുണ്ട്, അതുപോലെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല രീതികളിൽ നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അല്ലേ. പഠിക്കുന്ന സമയത്ത് ചിലർ എഴുതി പഠിക്കും, ചിലർ വായിച്ച് പഠിക്കും, ചിലർ ഇമാജിൻ ചെയ്ത് പഠിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പലർക്കും പല രീതിയാണ് ചിലപ്പോൾ ട്രൈ ആവുക അല്ലെങ്കിൽ വർക്കാവുക. അപ്പം ഈ ഒരു ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് ഏറ്റവും വർക്കാകുന്ന രീതി ഏതാണെന്നും നമ്മളുടെ പെർഫെക്റ്റ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഏതാണെന്നും ഒക്കെ നമുക്ക് മൈൻഡിൽ ഒരു അവബോധം വരാറുണ്ട്. അപ്പം ആ രീതി നമുക്ക് റിസൾട്ട് തരാറുള്ളത് നമ്മളെ അതൊരു ഫേവറേറ്റ് മെത്തേഡാക്കി മാറ്റും. അപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും സ്ക്രിപ്റ്റിംഗ് ആണ്. ഉള്ളിൽ തോന്നുന്ന ആഗ്രഹങ്ങളെ എഴുതി വെക്കുന്നത് എപ്പോഴും ഒരു ക്ലാരിറ്റി തരാറുള്ളതായിട്ട് എനിക്ക് തോന്നാറുമുണ്ട്. അപ്പം അതായത് നമ്മുടെ ഭാവിയിലെ ഓരോ കാര്യങ്ങളും വെറുതെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാൾ അതൊന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്നത് എനിക്ക് എപ്പോഴും റിസൾട്ട് തരികയും മാത്രമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചറിയാനും അതിൻ്റെ പരിഹാരങ്ങളിലേക്കൊക്കെ പോകാനും ഒക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ പലതരത്തിൽ ഞാൻ സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ പലതരം സ്ക്രിപ്റ്റിംഗ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന പലതരം ടെക്നിക്കുകളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് ഉൾപ്പെടുത്തി ട്രൈ ചെയ്ത് നോക്കുകയും എനിക്ക് ബേസിക്കലി നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്ത ഒരു ജേർണലിംഗ് രീതിയും ഒരു മിറാക്കിൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും അതിന് മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു സക്സസ് ജേർണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കുകയോ എന്നൊക്കെ തോന്നുകയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ടും അഫർമേഷൻസ് പറഞ്ഞു നോക്കിയിട്ടും നല്ല രീതിയിൽ അങ്ങോട്ട് പ്രോപ്പറായിട്ട് തോന്നുന്നില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന അവസരങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആകുന്ന ഒരു രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് അതിൻ്റെ ഒരു സീക്രട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഈ മനസ്സിലുണ്ടാകുന്ന ഏതാഗ്രഹമായാലും അതൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങോ എന്തായാലും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എഴുതി വെക്കാൻ ഞാൻ എപ്പോഴും ഒരു ശീലം കൊണ്ടുവന്നിരുന്നു. കാരണം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാഞ്ചാടുന്ന ഒരു മൈൻഡാണ്. ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനും എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാകാനും അതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനും അതിനുള്ള ആക്ഷൻസ് എടുക്കാനും ഒക്കെ എനിക്കെപ്പോഴും സ്ക്രിപ്റ്റിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ജേർണലിംഗ് ആണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചർ ജേർണലിംഗ് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം അതിനായിട്ടൊരു ഡയറിയോ ഒരു ബുക്കോ എടുക്കേണ്ടതാണ്. കുറച്ചധികം പേജുള്ള ഒരു ബുക്കോ ഡയറിയോ എടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് കുറച്ചധികം കാലം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആ ബുക്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ എഴുതി വെക്കാനും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും ഒപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളെ യൂസ് ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഡയറി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് മറ്റാവശ്യങ്ങൾക്ക്, നമ്മുടെ മറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾ എഴുതി വെക്കാനോ ഒന്നും ഈ ജേർണലിംഗ് യൂസ് ചെയ്യരുത്. ഈ ഡയറിയിൽ അതൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ഇതിൽ എഴുതി വെക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരാഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ നമ്മളുടേതായ രീതിയിൽ മനസ്സിന് ഏറ്റവും പരിചയമുള്ള വാക്കുകൾ കൊണ്ട് ഇതിൽ എനിക്കത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതായിട്ട് എഴുതി വെക്കും. അപ്പോൾ ഏതാഗ്രഹമാണെങ്കിലും അതിനെ നമ്മൾ നമ്മുടെ പ്രസന്റ് ടെൻസിൽ നടന്നു കഴിഞ്ഞതായിട്ട് എഴുതി വെക്കും.
ഞാനൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ഭാവിയിൽ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ വീട് വാങ്ങി ആ വീട്ടിൽ ഇന്ന് ഞാൻ താമസം തുടങ്ങിയെങ്കിൽ അന്ന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എഴുതുന്നത് അതേപോലെ എഴുതി വെക്കുക. അത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും തോന്നുന്ന വാക്കുകളെ അതേപോലെ എഴുതി വെക്കുക. എൻഡ് ചെയ്യുമ്പോൾ അത് നന്ദിയോടെ എൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ജേർണലിംഗ് എഴുതി വെക്കാറുള്ളത്. അപ്പോൾ ഒരു തവണ എഴുതിയാൽ ചില ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹം വരുമ്പോൾ അത് എഴുതി വെക്കും. ഒരു തവണ എഴുതിയെന്ന് കരുതി ചിലപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടണം എന്നില്ല. അപ്പോൾ ആവർത്തിച്ച് നമ്മളിതിനെ റിപ്പീറ്റ് ചെയ്യുന്ന ടെക്നിക്സുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീപ്രോഗ്രാം ചെയ്യപ്പെടാനും നമുക്ക് ക്ലാരിറ്റി കിട്ടാനും നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കാനും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹത്തെ ുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഡിസർവാണ്, നിങ്ങൾക്കത് നേടാനുള്ള അർഹതയുണ്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ബോധിപ്പിക്കാനും ആ ഒരു വിശ്വാസം വളർത്തിയെടുക്കാനും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ടെക്നിക്കുകൾ പല രീതിയിൽ പല ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഞാനും പേഴ്സണലി കുറേ ടെക്നിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു ടെക്നിക്കാണ് 11-11 മെത്തേഡ്. ഞാൻ മുമ്പൊരു 369 മെത്തേഡിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതും പേഴ്സണലി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് 11-11 മെത്തേഡ്. അപ്പം 11-11 മെത്തേഡ് പല രീതിയിൽ പലരും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു രീതി ഞാൻ പറയാം. 11-11 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ, വേൾഡ് വൈഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, വേൾഡ് വൈഡ് പോപ്പുലർ ആയിട്ടുള്ളൊരു നമ്പറാണ് അല്ലേ. 11-11 ഒരു ഏഞ്ചൽ നമ്പറാണ്. നമ്മൾ ഏറ്റവും അധികം ആളുകൾ ഹോപ്പ്ഫുള്ളി വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു നമ്പർ കൂടിയാണ്. അപ്പം ഈ 11-11നെ നമ്മൾ എങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ട്, ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ സിമ്പിളാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ 11 പ്രാവശ്യം 11 ദിവസം എഴുതുക. അത് ഓൾറെഡി അത് സാധിച്ച് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞു വേണം എഴുതേണ്ടത്. പല രീതികളിൽ പലരും ഇത് യൂസ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിരുന്നത് ആഗ്രഹം എന്താണോ അത് പ്രസന്റ് ടെൻസിൽ സിമ്പിൾ സെന്റൻസിൽ അഫർമേഷൻസുകളാക്കി 11 ദിവസം തുടർച്ചയായിട്ട് 11 പ്രാവശ്യം വെച്ച് എഴുതുക. ഇന്നിപ്പോൾ 11 തവണ എഴുതുക, അതുപോലെ നാളെ 11 തവണ എഴുതുക. അങ്ങനെ 11 ദിവസം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു ആവർത്തനം 11/11 എന്ന് പറയുന്ന ഒരു ആവർത്തനം അതൊരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ്. പിന്നീട് 11 ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് എഴുതാൻ മാക്സിമം ശ്രമിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂടുതലും ഞാൻ എപ്പോഴും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എല്ലാ കാര്യങ്ങളും മാക്സിമം ഒരു സ്ഥലത്തിരുന്ന് തന്നെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അതൊരു മൈൻഡ് അക്സെപ്റ്റൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ വലിയ വലിയ സെന്റൻസുകളൊന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എനിക്ക് ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം സമ്പാദിക്കാൻ കഴിയുന്നതിന് നന്ദി എന്നെഴുതാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു ഹെൽത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നതിന് നന്ദി, ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് നന്ദി, ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സെന്റൻസുകളിൽ എഴുതി വയ്ക്കുക. കാരണം ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി സ്ക്രിപ്റ്റിംഗ് ജേർണലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്യൂച്ചർ ജേർണലിങ്ങിലും ഇത് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഓൾറെഡി അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ സ്ക്രിപ്റ്റിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും എടുത്ത ഒരു സിമ്പിൾ അഫർമേഷനെയാണ് നമ്മളിങ്ങനെ ടെക്നിക്കുകളായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചെഴുതുന്നതിലൂടെ നമ്മളുടെ മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടാനും നമ്മൾക്ക് വിശ്വാസം ഉറപ്പിക്കാനും നമ്മൾ ഇതിന് ഡിസർവ് ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉള്ള ആക്ഷൻസ് എടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പ്, ഒരു ആത്മവിശ്വാസമൊക്കെ നമ്മളുടെ ഉള്ളിലും ഉണ്ടാകും. അപ്പോൾ ഇത് യൂണിവേഴ്സുമായിട്ട് നമ്മളുടെ ഒരു അലൈൻമെന്റ് കറക്റ്റാക്കാനും അങ്ങനെ നേച്ചറായിട്ട് തന്നെ അതിനുള്ള വഴികളും നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാനും ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ആവർത്തിച്ചിട്ടുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം 11-11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തപ്പോഴൊക്കെയും വർക്കായി കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് പറയാനുള്ളൊരു 11-11 ടെക്നിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബിഗ് ഗോൾ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു എൻ്റെ ഹെൽത്ത്.
ഹെൽത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഒരുപാട് ഡെസ്പായിട്ടുണ്ട്, മനസ്സ് കൊണ്ട് നമ്മൾ മെൻ്റലി കുറച്ച് ഡൗൺ ആയി പോകുന്നൊക്കെ അവസരങ്ങളിൽ ഇതുപോലെ ജേർണലിങ് വഴി എഴുതി, അതുപോലെ 11-11 ടെക്നിക്ക് യൂസ് ചെയ്ത് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന രീതിയിൽ ഞാൻ ജേർണലിങ്ങും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് വരെ എനിക്ക് കിട്ടാതിരുന്ന പല വഴികളും പിന്നീടാണ് തുറന്നു വന്നത്. കാരണം എൻ്റെ ഹെൽത്തിനെ എനിക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസുകൾ, നല്ല ഡോക്ടേഴ്സിനെ, അല്ലെങ്കിൽ നല്ല നല്ല ഫുഡിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, നല്ല നല്ല എക്സസൈസുകൾ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എക്സസൈസും ഒരു ബോഡി കെയറും ഒക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരെ തുറന്നു വന്നത്, ഞാൻ പോലും അറിയാതെ തുറന്നു വന്നത് അതിന് ശേഷമായിരുന്നു. അപ്പം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 11-11 വളരെ വളരെ സ്പെഷ്യലാണ്. ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 11-11 മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഹെൽത്ത്. ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും ഇന്നെനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനതിൽ വളരെയധികം ഹാപ്പിയാണ്. ഞാനൊരു ജേണിയിലാണ്. അത് ഞാൻ കംപ്ലീറ്റ് ആരോഗ്യത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനുള്ള മാർഗങ്ങളും തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് അടഞ്ഞു കിടക്കുന്ന പല വഴികളും നമ്മളിലേക്ക് തുറന്നു വരും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. നേച്ചറായിട്ട് നമ്മളിലേക്ക് പല കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ തുടങ്ങും. നമ്മൾ പല സിഗ്നൽസുകളെയും ഫോളോ ചെയ്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതി 11-11 ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഒപ്പം നിങ്ങൾ ഫ്യൂച്ചർ ജേർണലിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും സ്റ്റാർട്ട് ചെയ്യുക. ആഗ്രഹങ്ങളെ എഴുതി വയ്ക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സിമ്പിളായിട്ട് തോന്നിയാൽ പോലും അതിനെ വെറുതെ കളയരുത്. ഉറപ്പായും അതിനെ എഴുതി വെക്കുക. നമ്മളുടെ മൈൻഡിലുള്ള ചിന്തകളിൽ നിന്നും നമ്മളുടെ ആഗ്രഹത്തെ നമ്മൾ വേർതിരിച്ചെടുത്ത് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പകുതി ജോലി അവിടെ കഴിഞ്ഞു. അതിനൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു, ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ ഉറപ്പായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.